പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്ത, നിന്റെ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്ത അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കടോ. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കടോ. ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം ഏതെങ്കിലും ഒരു പെണ്ണ് കഴുകി കൊടുത്ത 100 പേർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം അല്ലാഹു അവൾക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ എന്താ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യക്ക് നീ പറഞ്ഞുകൊട്, പെണ്ണെ, ചോറ് വെച്ച ഒരു ചോറിന് പകരം ഒരു നന്മ, ഒരു പാപം അല്ലാഹു പൊറുക്കും. അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ നിന്ന് പെണ്ണുരുകിയാൽ ശരീരം വിയർത്താൻ നരകമോചനം. പ്രസവിച്ച ശരീരത്തിലെ രോമങ്ങൾക്കനുസരിച്ച് നന്മ, പാപം പൊറുക്കും. പാല് കൊടുത്ത 100,000 ശുഹദാക്കളുടെ പ്രതിഫലം. ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്ത, ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുക്കുന്ന ഭാര്യ അവളെ കുത്തുവാക്ക് പറയൂല. ഭർത്താവിന്റെ വിയർപ്പ് കഴുകാൻ അവക്കൊരു മടിയുമില്ല. ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്ത 100 പാപങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം കിട്ടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നബിയിനാ റസൂലുള്ളാഹി. ആ കുടുംബജീവിതം എന്ത് രസമെന്നറിയോ? കുടുംബജീവിതത്തിന്റെ വില നമുക്കറിയാഞ്ഞിട്ടാ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു കൊടുക്കണം, ഇതാ ജീവിതം, ഇതാണ് ജീവിതം. തന്റെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. ഭർത്താവിന്റെ തുണി കഴുകാൻ അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭാര്യമാർക്കൊന്നും ഈ പ്രതിഫലം കിട്ടൂല. കിട്ടുവോ? തുണി കഴുകിയാ നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടുവോ? പറമനുഷ്യന്മാരെ കിട്ടുവോ? അതിന് നിന്റെ ഭാര്യ തുണി കഴുകുന്നില്ലല്ലോ, വാഷിംഗ് മെഷീനല്ലേ കഴുകണേ, അവക്കെന്ത് പ്രതിഫലം? വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകണ പെണ്ണിനെ നമുക്ക് ബിസ്മിയും പറഞ്ഞ് വാരി അങ്ങോട്ട് ഇട്ടാൽ മതി. അവക്ക് ശരീരം അനങ്ങുന്നത് വലിയ പാടാണ്. അവക്ക് കല്ലിലൊക്കെ ഇട്ട് കഴുകുന്ന പെണ്ണുങ്ങൾക്കായിരിക്കും. അല്ലാഹു നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ചവരെന്ന് കൈവക്കിക്ക്, കല്യാണം കഴിച്ചവരാ ഒരുപാട് കൈയുണ്ട്. ഇങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച് തരുന്ന ഏതെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്, കാണാനുള്ള കൊതിയുണ്ട. അല്ലാഹു പെണ്ണുമ്പിള്ള അപ്പുറത്തിരുന്ന് പറയുന്നത് എന്തെന്നറിയോ? ഇനി ആ കിളവന്റെ തലയെ തേച്ചു കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. ഒന്നും കൂടെ കെട്ടാൻ നടക്കാൻ അങ്ങാര്. എണ്ണയല്ലേ ഞാൻ തേക്കണേ? എണ്ണ തേക്കണം, എണ്ണ തേക്കണം. ഈ സ്ഥലപ്പേരെന്താന്നാ പറഞ്ഞേ? കായംകുളം. അടികൊള്ളുന്നവൻ ചെണ്ട പറ, അടികൊള്ളുന്നവൻ ചെണ്ട, പണം വാങ്ങുന്ന ആരാ? മാരാര്. നെഞ്ചു പൊട്ടിയിട്ട് വഴുതു പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല, കേൾക്കാൻ വന്നവർക്ക് ചുക്ക് കാപ്പി. കൂടി ശരി. അല്ലാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എങ്ങോട്ട് നോക്ക്. ഭർത്താവിന്റെ തലയിൽ ഭാര്യ എണ്ണ തേച്ചു കൊടുക്കണം. ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കുന്ന ഭാര്യയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇവള് വിചാരിച്ചിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് 3 മാസം മാത്രം തേച്ചാൽ മതി എന്നല്ല. മരിക്കുന്നതിന്റെ 99 വയസ്സ് വരെ നിന്റെ ഭർത്താവ് ജീവിച്ചു. ആ മരിക്കുന്നതിന്റെ തലേ ദിവസമാ മോളെ ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ടത്. കല്യാണത്തിന്റെ 1ാമത്തെ രാത്രി നിന്റെ ഭർത്താവിനോടുണ്ടായിരുന്നതിനേക്കാളും സ്നേഹം മരിക്കുന്നതിന്റെ തലേ ദിവസം ഉണ്ടാകണം. അപ്പോഴേ നീ യഥാർത്ഥ ഭാര്യയാകത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കുന്ന ഭാര്യക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു അവളുടെ മരണവേദന കുറച്ചു കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കണ ഭാര്യമാരുണ്ടോ? ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കണ ഭാര്യമാരുണ്ടോ? ഉണ്ടോ? വെട്ടിത്തരാറുണ്ടോ? ഈ ബംഗാളി എടുത്തല്ലേ കൊണ്ടു കൊടുക്കണേ? നിന്റെ കടയിലാ ഭാര്യ എടുത്തു കൊടുക്കണം. പണ്ട് നിന്റെ അത്തായി അമ്മായി നിന്റെ വാപ്പായി ഉമ്മായൊക്കെ പണ്ട് ബാർബർ ഷോപ്പ് ഒന്നും ഇല്ലാത്തൊരു കാലത്ത് വെള്ളിയാഴ്ച 9 മണിയാകുമ്പോ വാപ്പ കയറിയിരിക്കും, ഉമ്മ വെട്ടിക്കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായിരുന്നു ജീവിതം. അത് കണ്ടു വളർന്ന് നിനക്കതില്ലാതെ പോയി. എന്റെ വാപ്പായും ഉമ്മായും തമ്മിലുള്ള ആ ബന്ധം നിനക്കില്ലാതെ പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവിന്റെ മീശ ഭാര്യ വെട്ടിക്കൊടുക്കണം. അല്ലാഹു അവൾക്ക് കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണ്, ഒരുപാട് പ്രതിഫലം. ഈ പെണ്ണുങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ എന്ത് ചെയ്താലും കുറ്റവും കുറവും പറയുന്ന ഭാര്യ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രാത്രി വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന് കിടന്നുറങ്ങാൻ ഒരു പുതപ്പ് വിരിച്ചു. ಸರ್ಕಾರಿ ಉದ್ಯೋಗದ ಕನಸನ್ನ ಕಾಣ್ತಾ ಇದ್ದೀರಾ? ಹಿಯರ್ ಈಸ್ ಯುವರ್ ಚಾನ್ಸ್. ನಮ್ಮ SSC
കൊടുത്ത രാത്രി വീട്ടിൽ കയറി വരുന്ന ഭർത്താവിനെ കിടക്കാൻ ഏതെങ്കിലും ഒരു പെണ്ണൊരു പുതപ്പ് വിരിച്ചു കൊടുത്ത സുബഹി വരെ ഒരു മലക്ക് അവക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ ജീവിതം. കുടുംബ ജീവിതത്തിനേക്കാളും സന്തോഷമുള്ള ഒന്നുമില്ല. അത് മനസ്സിലാക്കുമ്പോൾ അത് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ വല്ലാത്ത ത്യാഗമായി മാറും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് പരസ്പരം ഒന്ന് സ്നേഹിക്ക്, പരസ്പരം ഒന്ന് മനസ്സിലാക്ക്. ഇന്നിപ്പോ ചില ചെറുപ്പക്കാരുണ്ട്, പഠിച്ചവനെ ഭാര്യയെ തല്ലുന്ന ചെറുപ്പക്കാരുണ്ട്. അത് വലിയ ആണത്തോന്നാ വിചാരിക്കണേ. എടാ, കെട്ടിയ പെണ്ണിനെ തല്ലുന്ന ചെറുപ്പക്കാരുണ്ട്. വൈകുന്നേരം കാണുമ്പോ പറയാ, അളിയാ ഇന്നലെ കൊടുത്തളിയാ, പെടലി നടുവൊരെണ്ണം കൊടുത്തളിയാ. കൂട്ടുകാരനോട് പറയാ, അവൻ പറയുന്നത് നീ തല്ല ചെയ്ത് ഞാൻ ചവിട്ടുമായിരുന്നളിയാ തറയിട്ട്. അതായപ്പോ നാണം ഉണ്ടാവണോടാ, കെട്ടിയ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് തല്ല നിനക്ക് എങ്ങനെ കഴിയുന്നടാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ രാവിലെ 5 മണിക്ക് എഴുന്നേക്ക് ഈ പാവം. അല്ലാഹുവേ പടച്ചവനെ, രാത്രി 10 നിന്നെ നോക്കണം, നിന്റെ മക്കളെ നോക്കണം, നിന്റെ ഉമ്മാനെയും വാപ്പാനെയും നോക്കണം, നിന്റെ കൂടപ്പുറപ്പിനെ നോക്കണം. പടച്ചവനെ, നീ അവിടെ ചോറ് കഴിച്ചോന്നെങ്കിലും ചോദിക്കോ? ഒരു അടിമയ്ക്ക് കൊടുക്കുന്ന വിലയെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ടാലും തല്ലുക എങ്ങനെ കഴിയുന്ന ചെറുപ്പക്കാരാ? എടാ, നിങ്ങൾക്കൊക്കെ കുടുംബജീവിതം, ഈ കല്യാണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, നിക്കാഹ്. ഈ നിക്കാഹ് പറയുമ്പോ ഈ പെണ്ണിന്റെ വാപ്പ നിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു തരുന്ന ഒരു അറബി വാക്കുണ്ട്. അതിന്റെ അർത്ഥം നിനക്ക് അറിയുമായിരുന്നെങ്കിൽ നീ നിന്റെ ഭാര്യയെ തല്ലൂല. അതുപോലും അറിയില്ലല്ലോ. പെണ്ണ് കെട്ടാനിരിക്കുന്ന മക്കള് പഠിച്ചോ. എടാ, കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഇങ്ങനെ പള്ളിയിൽ ഇമാമ് പറഞ്ഞു തരും. വായി നോക്കിയിട്ടിരുന്ന് പറയണ കാര്യമുണ്ടല്ലോ, വായി നോക്കിയിട്ടാ പറയണേ. പള്ളിയിലെ ഖത്തീബ് ഇങ്ങനെ രണ്ടുപേരുടെയും കയ്യിൽ പിടിക്കും, മുഖാമുഖം നോക്കും. അമ്മായപ്പന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിയാ. അമ്മായപ്പന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ തിരി ഇങ്ങനെ കൈ പിടിച്ചോണ്ട് എന്നിട്ട് പറയും സൗജത്തുക്ക വാൻകഹത്തുക്ക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ ഇതിന്റെ അർത്ഥമെന്നറിയോ? എടാ, നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ എന്തെന്നറിയോ? മോനെ, 10-18 കൊല്ലം ഞാൻ പൊന്നുമോളെ വളർത്തിയ എന്റെ മകളെ നീ തരുന്ന നക്കാപ്പിച്ചയ്ക്ക് ഞാൻ നിന്റെ കൈ തരാ. എടാ, ഞാൻ പൊന്നുപോലെ നോക്കിക്കിടന്ന് കൊണ്ട് നടന്ന എന്റെ മോളെ നീ തരുന്ന നക്കാപ്പിച്ച 1 പവനോ 2 പവനോ സ്വർണത്തിന് പകരം എന്റെ പൊന്നുമോളെ ഞാൻ നിന്റെ കൈ വെച്ച് തരികയാ. ഇവള് എല്ലാം തികഞ്ഞുകളൊന്നുമല്ല, ഇവള് പാവവാടാ, അവക്ക് അറിവില്ലാത്തവളാ. എന്തെങ്കിലും തെറ്റ് ചെയ്താ എന്റെ മോനങ്ങ് ക്ഷമിക്കണേ. എന്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ നീ ക്ഷമിക്കണേ, നീ തല്ലല്ലേ, തിരുത്തി കൊടുക്കൂ, പാവാ. എന്റെ മോൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയ അറിവില്ലാത്തവളാ, നീ അവക്ക് തിരുത്തി കൊടുക്ക്. എന്റെ മോളെ നീ തല്ലല്ലേ. നിനക്ക് എന്തെങ്കിലും എന്റെ മോളെ വേണ്ടാന്ന് തോന്നിയാ കെട്ടിത്തൂക്കാനോ സ്റ്റൗ പൊട്ടിക്കാനോ ഒന്നും നിക്കല്ലേടാ. എന്റെ കരളിനെ എന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരണേന്നാ ആ പെണ്ണിന്റെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞത്. അതറിയുമായിരുന്നെങ്കിൽ നീ അവളെ തല്ലൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പിറഞ്ഞു മേടിച്ചിട്ട് വന്ന ഭാര്യ നീ ഇന്ന് അടിമയെ പോലെ ഇട്ട് തല്ലുന്നത് ചില ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് സ്നേഹിക്ക്, പരസ്പരം മനസ്സിലാക്ക്. ഇന്ന് പിന്നെ എന്തിനും തലാക്കാണല്ലോ, എന്ത് പറഞ്ഞാലും തലാക്ക്, വഴക്കും ബഹളവും. ഈ കരുനാഗപ്പള്ളി ഭാഗത്ത് ഞാനൊരു സ്ഥലത്ത് വഴുതിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ 2 ചെറുപ്പക്കാര് ബൈക്കിൽ വന്നു. ഞാൻ വിചാരിച്ചു തല്ലാൻ വന്നതാണ്. അങ്ങനാണല്ലോ, ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടതിനുണ്ട് വരും, അതാവസ്ഥ അല്ലേ? ഒന്നും പറയാൻ പറ്റത്തില്ല. ശരി, അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം 2 ചെറുപ്പക്കാര് ബൈക്കിൽ വന്നു. അപ്പൊ ഞാൻ, എന്താ മോനെ ഉസ്താദെ, സംശയം ചോദിക്കാൻ വന്നതാ. ഞാൻ ചോദിച്ചു, എന്താ മോനെ ഉസ്താദെ, കല്യാണം കഴിഞ്ഞിട്ട് 23 ദിവസമായി. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വഴക്കൂടി. ഇവനാണെങ്കിൽ ഒരു മോതിരം പണയം വെക്കാൻ ചോദിച്ചു. ആ പാവം കൊടുത്തില്ല. അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു മോതിരം കണ്ട സ്വർണം പണയം വെക്കാൻ ചോദിച്ചു. ആ പാവപ്പെട്ടവള് കൊടുത്തില്ല. 1 പറഞ്ഞു 2 പറഞ്ഞു, വഴക്കായി. കല്യാണം കഴിഞ്ഞിട്ട് 23 ദിവസം. അവസാനം വഴക്ക് പറഞ്ഞിട്ട് ഇയാൾക്ക് ദേഷ്യം വന്നപ്പോൾ 3 തലാക്കും എന്ന് പറഞ്ഞു. തൻ്റെ ഭാര്യ 3 തലാക്കും പറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, ഉസ്താദ് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാ, എനിക്ക് അവളെ തന്നെ വേണം ഉസ്താദ്, എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ ചോദിച്ചു, നീ തലാക്ക് പറഞ്ഞോ? ഉറപ്പായിട്ടും പറഞ്ഞു ഉസ്താദ്. ഉറപ്പായിട്ടും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഇസ്ലാമിന്റെ നിയമം ആ പെണ്ണിനെ മറ്റൊരുത്തം വിവാഹം കഴിക്കണം, എന്നാലേ നിനക്ക് കെട്ടാൻ പറ്റൂ. അപ്പൊ ഇവൻ ചെയ്ത പണി എന്തെന്നറിയോ? ഇവന്റെ പുറകെ നിൽക്കുന്ന ഒരു കൂട്ടുകാരനെ കാണിച്ചിട്ട് പറയാ, ഉസ്താദെ, ഇവൻ എന്റെ ഭാര്യയെ കെട്ടാൻ തയ്യാറാണ്.
ഞാൻ ഇങ്ങനെ നോക്കി, പൊട്ടന് ലോട്ടറി അടിച്ച പോലെ ഒരുത്തൻ പുറകെ നിൽക്കുക വല്ലവന്റെ പെണ്ണുമ്പിള്ളയെ കെട്ടാൻ. എടാ, വല്ലൊരുത്തന്റെ ഭാര്യയെ കെട്ടാൻ വേണ്ടി ഒരുത്തൻ ഇങ്ങനെ പുറകെ നിൽക്കുക, നാണം കൊടിങ്ങിട്ട് പുതുമണവാട്ടി നിൽക്കണ പോലെ. എടാ, ഞാൻ പറഞ്ഞു, എടാ കെട്ടിയാൽ മാത്രം പോരാ, ശരീരത്തൊന്നും തൊടാൻ പറ്റൂല. അവൻ കെട്ടും, ഞാൻ തിരിച്ചും കെട്ടും. ഞാൻ പറഞ്ഞു, നീ എന്നാ വണ്ടി എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. ജീവിക്കണ്ട, ഇതാ അവസ്ഥ. ഇപ്പം കെട്ടിയോ ജീവിച്ചോ, അള്ളാഹു ആയാലും അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ ഇനിയിപ്പോ എന്തായാലും ഒരു സമാധാനമുണ്ട്. ഇനിയിപ്പം ഒറ്റയടിക്ക് മൂന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ പിന്നെ അകത്ത് പോയി കിടന്ന് തിന്നേണ്ട വരും, തിന്നേണ്ട അവസ്ഥയാ. ഇപ്പൊ തലാഖും ഇല്ലാതായി, പെണ്ണുങ്ങൾക്ക് ഇപ്പൊ സുഖമായി, കുഴപ്പമില്ല, നടക്ക്. അള്ളാഹു നമുക്കൊക്കെ നല്ല ഭർത്താവിന്റെ പീഡനം സഹിച്ചാൽ കിട്ടുന്ന ഭാര്യയുടെ പീഡനം സഹിക്കുന്ന ഭർത്താവ്. ഉസ്താദെ, വയ്യസ്താദെ, മക്കളായി പോയില്ലേ, ക്ഷമിക്കലും സഹിക്കുക. മക്കൾക്ക് വേണ്ടിയാ. എടാ, വീട്ടിൽ പോകുന്നില്ലേ? 10 മണിയായി. ഞാൻ പോകുന്നില്ല. 10 മണിയായി. കറങ്ങുന്നവനോട് ചോദിക്ക, പോണില്ലേ? പഠിച്ചവനെ, അവന് പോകാൻ തന്നെ വയ്യ. കാരണം മൂദേവിയുടെ മോന്ത കാണണമെന്ന് പറഞ്ഞാൽ നിൽക്കണം ഓരോന്ന്. ഭർത്താക്കന്മാരോട് പറയുന്നു, ഭാര്യയുടെ പീഡനം സഹിക്കുന്ന ഭർത്താവിന് അള്ളാഹു അയ്യൂബ് നബി അലിഹിസ്സലാമിന്റെ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ അടുത്തൊരു പെണ്ണ് ഫേസ്ബുക്കിലുണ്ടായിരുന്നു. ഉസ്താദന്മാര് മുഴുവനും ഭാര്യമാരുടെ കടമകളെ കുറിച്ചേ പറയത്തുള്ളൂ, ഭർത്താക്കന്മാരെ കുറിച്ചൊന്നും പറയണില്ല. ഒരു പെണ്ണിന്റെ പരാതിയായിരുന്നു. पहली बार शेयर खरीदते हैं तो